സഹോദരങ്ങളെ, അല്ലാഹുവുമായുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുക, പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക, അതിനുള്ള മാർഗങ്ങൾ മുഴുവനും ജീവിതത്തിൽ നിലനിർത്തുക. ദിക്റും സ്വലാത്തും അതിലൊക്കെ പ്രധാനപ്പെട്ട മാർഗമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം പുലർത്താതെ അള്ളാഹുവിലേക്ക് ബന്ധം പുലർത്താൻ കഴിയില്ല കേട്ടോ. അള്ളാഹുവിലേക്ക് ബന്ധം പുലർത്തുന്നൊരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മബന്ധം പുലർത്താതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാതെ അള്ളാഹുവിലേക്കുള്ള ബന്ധം പൂർണ്ണമാക്കാൻ കഴിയില്ല. ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദിലാ. അള്ളാഹുവിലേക്ക് ശരിയായ മാർഗം ഏതൊരടിമക്കും വേണോ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ട്, തങ്ങളെ സ്നേഹിച്ച്, തങ്ങളെ താവഴി സ്വീകരിച്ച്, അവിടുത്തെ മില്ലത്ത് സ്വീകരിച്ച്, അവിടുത്തെ യഥാവിധി മഹബത്ത് വെച്ച്, ആ മഹബത്തിന്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട അടയാളമായ സ്വലാത്തും മദ്ഹും നിലനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും പിന്തുടരണം. അതേ, നമ്മുടെ ജീവിതത്തിൽ സന്ദർഭങ്ങൾ ധാരാളം വരാറില്ലേ? ആ സന്ദർഭങ്ങളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താവടി സ്വീകരിക്കണം. ഉറക്കം ഒരു സന്ദർഭമാണ്, ഉണർവ് ഒരു സന്ദർഭമാണ്, ഇരുത്തം മറ്റൊരു സന്ദർഭമാണ്, നടത്തം മറ്റൊരു സന്ദർഭമാണ്. സന്ദർഭങ്ങൾ ധാരാളം ജീവിതത്തിലുണ്ട്. സംസർഗം മറ്റൊരു സന്ദർഭമാണ്, കുടുംബങ്ങളുമായി യോജിക്കുന്നത് മറ്റൊരു സന്ദർഭമാണ്, ഭക്ഷണം കഴിക്കുന്നത് മറ്റൊരു സന്ദർഭമാണ്. എല്ലാ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യണം.